സംഭവിക്കാൻ പോലെ നമുക്കറിയില്ല, കണ്ടു തന്നെ അറിയണം. So Shweta ചേച്ചി, are you ready? Are you ready? Yes. So let's invite an arty-body skit from Cut Room. ഹായ് കൊച്ചിൻ. അയ്യോ ഞാൻ കൊച്ചല്ല, അവതാരകനാ. എടോ അവതാരക, ഞാൻ കൊച്ചിന്ന് പറഞ്ഞതാ. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ഇതാ നിങ്ങൾക്ക് മുമ്പിൽ കേരള ചാനൽ അവതരിപ്പിക്കുന്നു പൊളി 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 പൊളി. ഇതെന്ന് പൊളി ഉറപ്പാ. കേരളത്തിലെ ആനകാലികം. അയ്യോ ആനകാലികം അല്ല, ആനുകാലികം. ആ കാലികത്തെ പ്രമേയമാക്കിയ ചിത്രങ്ങൾക്കാണ് ഈ പൊളിറ്റിക്കൽ അവാർഡ് നൽകുന്നത്. ഉച്ചക്ക് ചോറിന്റെ കറിയാണോ? ഏത് കറി? ക്യാരറ്റ് കറി. അയ്യോ ക്യാരറ്റ് കറി അല്ല, കാറ്റഗറി. അവാർഡിന് എടുക്കുന്ന സിനിമ വിഭാഗങ്ങളെയാണ് കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പൊ എടുക്കാത്തതിനാണോ ഈ മലക്കറി എന്ന് പറയുന്നത്? അവാർഡിന് പരിഗണിച്ച ആദ്യത്തെ സിനിമ ചിത്രം മതിലുകൾ. മതിൽ ചാടിക്കടന്ന് ജഡ്ജിയെ കാണാനെത്തിയ അൽസർ അണിയെ. അയ്യോ അൽസർ അല്ലടാ, പൾസർ. അതെ പൾസർ അണിയെ പോലീസ് പിടികൂടുന്ന സാഹസ്യമായ സീനുകൾ ഉൾപ്പെടുത്തിയതാണ് ഈ സിനിമ മതിലുകൾ. നമുക്ക് ചിത്രത്തിന്റെ സീനുകളൊന്ന് കാണാം. ഹലോ, കേക്കുന്നുണ്ടോ? ആരാ സംസാരിക്കുന്നേ? ഞാനാ, പൾസറനിയാ. എന്താ മോനെ കാര്യം? ആരാ സംസാരിക്കുന്നേ? സി.എ. ചന്ദ്രശേഖരൻ. സാറേ, സാറിന്റെ ശബ്ദം എന്താ ഇങ്ങനെ? ജനിച്ചപ്പോ തൊട്ട് ഇങ്ങനെയാ. ജഡ്ജി ഉണ്ടോ? ഇല്ല, ഉണ്ണാൻ പോയിക്കുന്നേ ഉള്ളൂ. നീ ഇങ്ങ് വാ, ഇപ്പൊ ഞാനാ ജഡ്ജി. മക്കളെ കീഴടങ്ങടാ. നിനക്ക് ജാമ്യം തരാവടാ. ഈ വർഷത്തെ ഏറ്റവും നല്ല സിനിമ ഇങ്ങനത്തെ വികാര നിർഭരമായ സീനുകളാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതായി നെക്സ്റ്റ് കാറ്റഗറി. അതന്നല്ലേ ഞാൻ പറഞ്ഞത്. മികച്ച സഹനടനുള്ള അവാർഡ് പ്രഖ്യാപിക്കുന്നു മികച്ച സഹനടൻ അച്ചുമാമൻ. വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി പൊലിക്കവേ. നമസ്കാരം. എല്ലാം സഹിച്ച് ക്ഷമിച്ച് ജീവിക്കുന്ന എന്നെ ഒരു സഹനടനായി തിരഞ്ഞെടുത്തതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ഈ അവാർഡ് നൽകുന്നതിനായി മുൻ മുഖ്യമന്ത്രി തുമ്മൻചാണ്ടി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പുള്ളി ഇവിടെയും വന്നല്ലേ? അച്ചുമാമ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം, സുഖകരം, വിലയുമില്ല കൂലിയുമില്ല. എടോ തുമ്മൻചാണ്ടി, ഇപ്പോ എന്റെ അവസ്ഥ വായില്ല കുന്നില്ല അപ്പൻ അപ്പൻ. അച്ചുമാമ, ഞാൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോ എന്തൊക്കെയായിരുന്നു ഇവിടെ ബഹളം? കുട്ടികളാകുമ്പോ കുറച്ച് വാശിപിടുത്തവും ബഹളമൊക്കെ കാണും. വലിയവരായ നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. ഈ സമയത്ത് ഈ അവാർഡ് കിട്ടിയ സന്തോഷത്തിൽ അച്ചുമാമയ്ക്ക് ഒരു പാട്ട് പാടാവോ? തീർച്ചയായും. ഹലോ ടെസ്റ്റ്. ഇയാള് പാടിക്കഴിഞ്ഞാൽ ഞാൻ അപ്പൊ അത് കൊളവാക്കും. മികച്ച നടി പാചകത്തിലൂടെ വന്ന് കേരളക്കരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ സർവകലാശാല എന്ന ചിത്രത്തിന്റെ അഭിനയത്തിലാണ് ബിസ്മി നായർക്ക് അവാർഡ്. ഒരു സർവകലാശാലയെ സർവകലാപശാലയാക്കിയ നമ്മുടെ സ്വന്തം നായികയെ സഹർഷം സ്വാഗതം ചെയ്യുന്നു ബിസ്മി നായർ. ലക്ഷ്മി ബാബ ലക്ഷ്മി ബാബ നീ എൻ സൗഭാഗ്യം ബാബ ലക്ഷ്മി ബാബ ലക്ഷ്മി ബാബ നീ എൻ സംഗീതം. മരതമേട്ടിൽ മഞ്ജുളമേട്ടിൽ കൂടെ നീ ബാബ പെണ്ണെ മധുരനിലാവിൽ മാറിൽ ചേരാൻ അഴകേ നീ ബാബ. നമസ്കാരം ബിസ്മി ചേച്ചി. നമസ്കാരം. ചേച്ചിക്ക് എങ്ങനെയാണ് ഇത് അഭിനയിക്കാൻ കഴിയുന്നത്? കഠിന പ്രയത്നം, പിന്നെ 24 ക്യാരറ്റിന്റെ സൗന്ദര്യം. മേഡത്തിന്റെ സിനിമ തിയേറ്ററിൽ കൂടെ കാണാൻ പറ്റില്ല, എല്ലാം ടിവിയിലാ കണ്ടത്. ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പെർഫോം ചെയ്യൂ. എന്റെ പാചകം മതിയോ? ആദ്യം വാചകോടി ഒന്ന് നിർത്തൂ. എന്നാ നമുക്ക് കാണാം ബിസ്മി ചേച്ചിയുടെ അടിപൊളി ഒരു നൃത്തം.
Stederu Klekkelike brudu Zababaha bazabaha Muamruk sabaha baha Next category of award മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് വൈറ്റ് ചർച്ച് നരേഷൻ. അതായത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം ഈ അവാർഡ് എനിക്ക് തന്നെ തന്നതിൽ എല്ലാവരോടും നന്ദിയും കടപ്പാടൊക്കെ ഉണ്ട്. അടുത്തതായി മികച്ച പ്രൊഡ്യൂസറിനുള്ള അവാർഡാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം മോദിജി. ഗുജറാത്തി ഭാഷയിൽ നിർമ്മിച്ച 5 വർഷം എന്നുള്ള സിനിമയ്ക്കാണ് ഈ അവാർഡ്. മേരെ ദേശവാസിയോ സബ് ലോഗോं की നമസ്കാർ. നിങ്ങളുടെ ഏത് ആവശ്യവും സപ്ലൈകോ വഴി നടപ്പിലാക്കും. മേരാ ബേട്ട പേട്ട എന്ന സ്ഥലത്ത് മേരാ ബേട്ടി ആരെയോ ഒരാൾ വെട്ടി. അങ്ങനെയാണെങ്കിൽ നാളെ കേരളത്തിൽ ഹർത്താലായിരിക്കും. മേരെ ദേശവാസിയോ കേരൾ ബഹുത് അച്ഛാ ദേശ് ഹേ. കേരളം ഒരു അച്ഛന്റെ നാടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. തുഞ്ചത്തെഴുത്തച്ഛനെയാണ് അദ്ദേഹം ഈ അവസരത്തിൽ ഓർത്തു പോകുന്നത്. കേരൾ മേ ആനെ വാലെ കേരളത്തിലെ ആനവാലും ഏക് ബച്ചനെ മുझे പൂछा കൊച്ചു കൊച്ചു പൂച്ചകളുമാണ് അദ്ദേഹത്തിന് ഇഷ്ടം. ഇനി ഞാൻ തർജ്ജമ ചെയ്ത വേറെ വല്ലതും ആയിപ്പോ. ബൈ, ശുക്രിയ. മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡാണ് നൽകാൻ പോകുന്നത്. ബെസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ അഡ്വക്കേറ്റ് വാളു. ആദ്യം എഴുതിയ തിരക്കഥ ഏതായിരുന്നു? ചിന്താമണി കൊലക്കേസ്, സുധ കൊലക്കേസ്, സീന കൊലക്കേസ്. അപ്പൊ ആദ്യത്തെ കേസ് ഏതായിരുന്നു? എന്റെ വീട്ടിന്റെ അടുത്തുള്ള വാഴക്കൊലക്കേസ്. അവനെ ഞാൻ ജീവപര്യന്തം വാങ്ങിക്കൊടുത്തു. ഇന്ന് വാഴൻ അവാർഡിന് അർഹമായ തിരക്കഥ പെട്രോൾ തീർന്ന് വഴിവെക്കി നിൽക്കുന്ന പാവപ്പെട്ട പൾസർ യാത്രക്കാരനെ പ്രമുഖ നടി തട്ടിക്കൊണ്ടുപോയതാണ് തിരക്കഥ. അഡ്വക്കേറ്റ് സാറേ, ഈ തിരക്കഥയ്ക്ക് അവാർഡ് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഞാൻ ഇത് ഏത് കഥയ്ക്ക് അവാർഡ് കിട്ടാത്തത്? ഞാൻ എന്റെ ഇഷ്ടത്തിന് കഥ വളച്ചൊടിക്കും. സാറേ മൊമെന്റോ? എനിക്ക് മുമ്പന്റെ വേണ്ട, എനിക്ക് കമന്റ ഇഷ്ടം. അഴിമതി തീർന്ന അവാർഡ് നിർത്തലാക്കുക. എല്ലാവർക്കും അവാർഡ് തരിക. അതാരാ? പൊളിറ്റിക്കൽ അവാർഡല്ലേ കൊടുക്കുന്നത്. അവാർഡ് കിട്ടാൻ രാഷ്ട്രീയക്കാര് ബഹളം ഉണ്ടാക്കുക. അടിക്കും ഞങ്ങൾ, പൊളിക്കും ഞങ്ങൾ, അടിക്കും ഞങ്ങൾ, പൊളിക്കും ഞങ്ങൾ, അടിച്ചു പൊളിച്ച് നിരച്ചു ഞങ്ങൾ, അടിച്ചു പൊളിച്ച് നേരത്തെ ഞങ്ങൾ. നിർത്ത്. അതെ, ഈ പരിപാടി ഇവിടെ നടക്കില്ല. നിങ്ങൾ ഈ രാഷ്ട്രീയക്കാർ ഇങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ. ഇവർക്കൊക്കെ കൊടുക്കാമെങ്കിലേ ഞങ്ങൾക്കും വേണം അവാർഡ്. തെരഞ്ഞെടുത്തവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അത് ഞങ്ങൾ സമ്മതിക്കത്തില്ല. അതെന്താ? അതാണ് രാഷ്ട്രീയം. സൂപ്പർ. നമ്മളുടെ ആങ്കേഴ്സ് ആണ് പേർലി. നന്നോടും ബെറ്റർ ആണ് അവര്. നല്ല പോലെ ആങ്കറിങ് ചെയ്തവര്. ആ പൊളിറ്റിക്കൽ അവാർഡാണ് നമ്മളിപ്പോ കണ്ടത്. അതെ, പൊളിറ്റിക്കൽ അവാർഡ്. ഓക്കെ, നമ്മളിപ്പോ കണ്ട പൊളിറ്റിക്കൽ അവാർഡാണ്. അതായത് കുഞ്ഞു പിള്ളേർ വരെ ഇപ്പൊ പൊളിറ്റിക്സിനെ അറിയില്ലെങ്കിലും ഇവരിലൂടെ കുറച്ച് മെസ്സേജസ് ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. അതെ, ഓക്കെ. അത്ര നമ്മളുടെ ഇപ്പോഴത്തെ മീഡിയ അത്ര എഫക്ട് ചെയ്യാണ് അവർക്ക്. എഫക്ട് ചെയ്യാണ്. എന്താണിത്? ന്യൂസ് കാണാറുള്ളവർ കൈവക്ക്. ന്യൂസ് കാണാറുള്ളവര് ടിവിയിൽ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ നിങ്ങള്? ന്യൂസ് പേപ്പറിൽ എന്താ വായിച്ചത്? ഇന്നത്തെ ന്യൂസ് പേപ്പർ മൈക്കെടുത്ത് അവിടെ പറ. നീ ഇന്ന് എന്താ വായിച്ച ന്യൂസ് പേപ്പറില്? കറക്റ്റ്. നിങ്ങളെല്ലാരും കാണിച്ചതിന്റെ ഇന്നത്തെ ഇപ്പൊ ഒരു റിയാലിറ്റി നടക്കണ സൊസൈറ്റിയിൽ നടക്കണ എല്ലാം കാണിച്ചു.